നമസ്കാരം. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഈ ചൊല്ല് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് പിണറായി വിജയനെ കാണുമ്പോഴാണ്. പിണറായി വിജയന് എന്നും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. വെല്ലുവിളിയുടെ, ഭീഷണിയുടെ, അങ്ങനെ ഒരു ശൈലി. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പരസ്യ വെല്ലുവിളിക്ക് പോലും പിണറായി വിജയൻ പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത്, മാറി നിൽക്കങ്ങോട്ട് എന്നൊക്കെ അധിക്ഷേപിച്ച പിണറായി വിജയനെ നമ്മൾ കണ്ടു. പരനാറി, കുലംകുത്തി, അങ്ങനെ നികൃഷ്ടജീവി, ഇങ്ങനെ നിരവധി പ്രയോഗങ്ങൾ മറ്റുള്ളവരെ വിളിക്കുന്ന പിണറായി വിജയനെയും കണ്ടു. പക്ഷേ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത്. ഇതിൽ നിന്ന് പിണറായി വിജയന് മോചനം നേടാൻ കഴിയുമോ എന്ന് പോലും പലരും ഭയപ്പെട്ടു. കാരണം അത്രയധികം മൂന്നാം തവണയും അധികാരത്തിൽ വന്ന് ഇനിയുള്ള ഒരു 5 വർഷം കൂടി സുഖിച്ച് ജീവിക്കാം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത്. ഇത് ഒരു മനുഷ്യനും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് ഏകാധിപതികൾക്ക്. പക്ഷേ പിണറായി വിജയൻ എങ്ങനെയൊക്കെയോ അതിനെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വലിയ മാറ്റം വന്നു. മാധ്യമങ്ങളോട് വളരെ മാന്യമായി സംസാരിക്കാൻ തുടങ്ങി. പതിവില്ലാത്ത ചിരി മുഖത്ത് കണ്ടു തുടങ്ങി. അഭയാർത്ഥി ക്യാമ്പുകളിൽ ആൾക്കാരെ അങ്ങോട്ട് ചെന്ന്, ദുരിതബാധിതരെ അങ്ങോട്ട് ചെന്ന് കാണാൻ തുടങ്ങി. മുണ്ട് മടക്കി കുത്തി തുടങ്ങി. അങ്ങനെ പിണറായി വിജയന് ഒരു അടിമുടി മാറ്റം വന്നതായി പലരും കരുതി. പക്ഷേ പിണറായി വിജയനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പിണറായി വിജയനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഉള്ളിൽ മറ്റേ പഴയ ആൾ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും അത് സത്യമായിട്ടുണ്ട്. മിനിഞ്ഞാന്ന് മാധ്യമപ്രവർത്തകർക്ക് ഡൽഹിയിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റിക്ക് പോകാൻ ഇറങ്ങിയ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖഭാവവും, പ്രശസ്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആ ഒരു മുഖഭാവവും ഒക്കെ കാണാനുള്ള ഭാഗ്യം ഒരിക്കൽ കൂടി മലയാളികൾക്കുണ്ടായി. കേന്ദ്ര കമ്മിറ്റിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കാറിലേക്ക് കയറിയത്. ഈ കാറിലേക്ക് കയറിയതും ആരോ പിടിച്ച് ഈ കാറിൻ്റെ ഡോർ പിടിച്ചടച്ചു. ഉടനെ കയറുന്നതിന് മുമ്പ് ഡോർ അടയ്ക്കുകയാണോ, ഈ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ട, വടി ഇങ്ങോട്ട് നീട്ടി പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരെ വീണ്ടും അധിക്ഷേപിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശൈലി ഒരിക്കലും പിണറായി വിജയന് മാറ്റാൻ കഴിയില്ല. ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഈ ശാഠ്യം പിടിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ ഈ തെമ്മാടികളായ ചെറിയ കുസൃതികളും വലിയ ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെയൊക്കെ അംഗൻവാടിയിലും സ്കൂളിലും നഴ്സറിയിലും ഒക്കെ ചേർക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് മാതാപിതാക്കൾ പറയും, മക്കളെ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർ മോശമാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമല്ലോ. അതേപോലെയാണ് പിണറായി വിജയനെ ആരൊക്കെയോ PR വർക്ക് നടത്തുന്നവരോ അല്ലെങ്കിൽ ഇയാളോടൊപ്പം ഒട്ടി നിൽക്കുന്നവരോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു. സഖാവേ, എന്തായാലും ഈ വരുന്ന 5 വർഷം നന്നായി അഭിനയിച്ചാൽ മാത്രമേ അടുത്ത തവണ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയൂ. എന്തായാലും 2029 തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ പരമാവധി UDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്തി സഖാവ് മുന്നിൽ നിൽക്കണം, നമുക്ക് അധികാരത്തിൽ വരാം, വീണ്ടും നമുക്ക് പഴയതുപോലെ അടിച്ചു പൊളിക്കാം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. ഈ പാവം അത് വിശ്വസിച്ചിട്ടും ഉണ്ടാകണം. എന്തായാലും പിണറായി വിജയൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ശാന്ത സ്വഭാവിയായി ഇങ്ങനെ പോവുകയായിരുന്നു. ഇതെപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്? അഗ്നിപർവ്വതം പോലെയാണ്. ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അത് നോക്കിയിരുന്ന ചിലരുണ്ട്. എങ്ങനെയാണ്, ഏത് സമയത്താണ് പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുന്നതെന്ന് അത് ഉടനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. ഒരാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അയാളുടെ ജനിതകമായി അയാൾക്ക് കിട്ടിയിട്ടുള്ള ആ സ്വഭാവ സവിശേഷതകൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാന്യമായി പെരുമാറാൻ ഒരിക്കലും കഴിയില്ല. അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ ആവശ്യം കാണാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞു, PR കമ്പനിക്കാരോ മറ്റോ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ച് അദ്ദേഹം അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പിണറായി വിജയൻ്റെ സ്വഭാവം മാറി, മാനസാന്തരം വന്നു, പശ്ചാത്താപം വന്നു, കുറ്റബോധം തോന്നി, അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്നത് എന്ന് ആരും ധരിക്കേണ്ട. ഞാൻ ഒരിക്കലും മാറില്ല, ഞാൻ പാണ്ഡ്യാലമുക്ക് വിജയൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ശൈലി ഇനിയും ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഇനി കുറച്ചുകൂടി വെറുക്കാനുണ്ട്, കുറച്ചുകൂടി ഈ കമ്മ്യൂണിസത്തെ കേരളത്തിൽ നിന്ന് പുറന്തള്ളാനുണ്ട്. അതുകൂടി, ആ ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. കാരണം കമ്മ്യൂണിസം അവശേഷിക്കുന്ന ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രമാണ്. അത് അപവാദമല്ല, അത് കുപ്രചരണമല്ല. അത് കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. അല്ലാതെ പാർട്ടി ക്ലാസ്സിൽ ചെന്ന് ഈ പറയുന്ന മൂത്ത കമ്മിയുടെ വായിൽ നോക്കി ഉമിനീരും ഒലിപ്പിച്ചിരിക്കുന്നവന് അത് മനസ്സിലാകില്ല. അതെല്ലാം ക്യാപ്സൂൾ വിഴുങ്ങിക്കൊണ്ടിരുന്ന അന്തം കമ്മികൾക്ക് അത് മനസ്സിലാവില്ല. അവരൊക്കെ ധരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ഇവിടെ ഈ കമ്മ്യൂണിസത്തിന് ചെയ്യാൻ കഴിയുമെന്നാണ്, CPM എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് ധരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. അല്ലാതെ ഈ ചെയ്യുന്ന
തെമ്മാടിത്തരങ്ങൾക്കെല്ലാം മറയായി പാർട്ടിയിൽ നിൽക്കുന്ന ക്രിമിനലുകളുമുണ്ട്. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ ശൈലി മാറ്റരുത് എന്നുള്ള വിനീതമായ അപേക്ഷയോടുകൂടി നിർത്തുന്നു. വീണ്ടും കാണാം.